ജൂണേ, ഇവാൻ, ഇവാൻ, സുഖാണോ നിനക്ക്? എത്ര നാളായൊന്ന് കണ്ടിട്ട്? ആടി കുഴപ്പമില്ല. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നിട്ട് 2-3 days ആയതേ ഉള്ളൂ. പിന്നെ അയാൻ എന്തായാലും ഇപ്പൊ നിന്റെ വീട്ടിൽ കാണും. ആ, നീ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു അയാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു നീ എന്തായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ല. എന്തായാലും വന്നല്ലോ. പിന്നെ നിന്റെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ പറ. അല്ല, അതിനുമുമ്പ് നമ്മുടെ അയാനും ക്രിസ്ത്യനും സെറ്റായോ? അതേടി, അവര് സെറ്റായി. ഞാൻ പോലും വിശ്വസിച്ചില്ല അവര് സെറ്റായി എന്നറിഞ്ഞപ്പോ. എന്തൊക്കെ പുകയിലായിരുന്നു. പിന്നെ പ്രോഗ്രാം ഒക്കെ നല്ലതായിട്ട് പോയിടി. എന്തായാലും ഫാമിലി ആയിട്ട് കൂടുമ്പോ രണ്ടിനെ ഞാനൊന്ന് പൊക്കുന്നുണ്ട്. എടി, പിന്നെ എനിക്കിവിടെ ഒരു പ്രോഗ്രാം സെറ്റായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേരിന് മാത്രം കിട്ടിയില്ല. അപ്പോ ഞാൻ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, നിനക്കെന്നെ പേരാവാൻ പറ്റുമോ? ഞാൻ ആലോചിക്കാം. പക്ഷേ എന്നാലും ഒരു നോ അല്ല. കണ്ടുപിടിച്ചോ? ഓക്കെ. ഇനി നമ്മുടെ ടൈമില്ല, സ്പീഡപ്പ് ആക്കി അന്വേഷിക്കണം. ഇനി ലേറ്റ് ആക്കരുത്. ഓക്കെ, ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തോളാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എത്ര കാലം ഞാൻ ഇങ്ങനെ. ഇച്ചായ, എന്ത് പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടി, അതാ അബ്രോഡുള്ള പ്രൊജക്ടിന്റെ ടെൻഷനാണ്. ഓ എന്റെ മനുഷ്യ, നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് റെസ്റ്റ് എടുത്തൂടെ? എത്ര മാസം നിങ്ങളൊന്ന് വീട്ടിൽ കണ്ടിട്ട്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും വർക്ക് വർക്ക് വർക്ക്. ഈ പ്രൊജക്റ്റെങ്കിലും കഴിഞ്ഞ് നിങ്ങളൊന്ന് വിശ്രമിക്കാൻ നോക്ക്. അല്ലടോ, ഇതിന്ന് മാറിയാ ശരിയാവത്തില്ല. ഇതൊന്ന് കഴിയട്ടെ, വിശ്രമിക്കാം. ആ, എന്തായാലും ഉച്ചാൻ താഴേക്ക് വാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ജൂണേ, ദിയ, രണ്ടാളും താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാ. അപ്പൊ പോയ ബിസിനസ് ട്രിപ്പ് എന്തായി? അത് റെഡിയായില്ല മോളെ. ഞാൻ ആ ഡീല് ക്യാൻസൽ ചെയ്തു. അത് മാത്രമല്ല, നമുക്കിപ്പോ നിലവിൽ വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് ചെയ്തു തീർക്കാതെ ഇപ്പൊ നിലവിലൊന്നും എടുക്കാൻ പറ്റില്ല. അല്ല മോളെ ദിയെ, അഗസ്ത്യം വരുവോ? വരും. കാരണം ക്രിസ്ത്യനല്ലേ ഏറ്റത്. ആളെ പൊക്കിക്കൊണ്ട് വരാതിരിക്കത്തില്ല, എനിക്കുറപ്പാ. എന്തായാലും അപ്പം വരുമ്പോ ഫാമിലി ആയിട്ട് ഇങ്ങ് വരാൻ പറ. കുറച്ച് കാലമായില്ലേ, നമുക്കൊന്നും എല്ലാവർക്കും കൂടെ ഒത്തുകൂടാം. ഞാൻ ഇവാനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. അവരിങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ചു കാലമായില്ലേ. ഇന്നലെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ, ഇവാൻ മോനും വന്നായിരുന്നു. എന്തായാലും ഫാമിലി ആയിട്ട് ഒരു ദിവസം തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണമെന്ന് പറയണേ. അവൻ വരും. ഇപ്പൊ അവനൊരു പ്രോഗ്രാമിന്റെ തിരക്കിൽ ഇങ്ങനെ സെറ്റാക്കാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ അത് കഴിഞ്ഞാ അവൻ വന്നോളും. ഓ, ഇവാൻസിന്റെ പെർഫോമൻസാ? ഓ സെറ്റ്. നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പോണം. അല്ല, ചേച്ചിയും കൂടെ പെർഫോം ചെയ്യുന്നുണ്ടാ? എന്റെ കാര്യം തീരുമാനമായിട്ടില്ല. കൂടുതലും പെർഫോം ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സെറ്റ്. നിങ്ങൾ രണ്ടാളും ചേർന്ന് തകർക്കും. ദ വെൽ നോൺ ഡാൻസേഴ്സ് ഇവാൻ ഫിലിപ്പ് ആൻഡ് ജൂൺ ഡേവിഡ്. ഓ, പൊളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ പെർഫോമൻസും നേരിട്ട് കാണാനും പോവാം. ശരിക്കും പപ്പ ഇവിടെ കാണുമോ? പിന്നെ കാണാതെ. നിങ്ങൾ ഏതെങ്കിലും പെർഫോമൻസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ? ഓ, ലവ് യു പപ്പ. ഞങ്ങൾ ഇറങ്ങുവാ. ആ, രണ്ടാളും നേരത്തെ വരണേ. ആരാണ് ഇതിന്റെ പുറകില്? പറ. കൊണ്ടുവന്നതിന് ശേഷം അവനൊരു വാക്ക് മിണ്ടിയിട്ടില്ല. പറയടാ, ഇല്ലെങ്കിൽ ഇന്ന് നീ എന്റെ കൈ കൊണ്ട് തീർന്നിരിക്കും. എന്നെ തല്ലിക്കൊന്നാലും അത് ഞാൻ പറയാൻ പോകുന്നില്ലടാ. നീ നോക്കിക്കോ, നിന്റെ വായിൽ നിന്നത് പുറത്ത് വന്നിരിക്കും. ഇങ്ങനാണെങ്കിൽ അവൻ വാതുറന്നൊരു അക്ഷരം പറയാൻ തോന്നില്ല. ഇനി തല്ലിയ ചിലപ്പോ ചത്തുപോയിന്നും ഇരിക്കും. എന്റെ വീക്ക്നെസ് ലൈക്ക് ഫാമിലി. ഞങ്ങൾ അന്വേഷിച്ചത്തോളം അവനൊരു ഓർഫനാണെന്ന് അറിഞ്ഞത്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലാങ്ക് ആണ്. സോ സംതിങ് മിസ്റ്റീരിയസ്. സോ ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ സെർച്ചിങ്ങിലാണ്. ആരാണേ? ഹലി മുഴുക
അറിഞ്ഞൂടോ? നിന്റെ പേര്? തനിക്കെന്താ ചെവി കേൾക്കത്തില്ലേ? അന്ന് അവിടെ വെച്ച് പ്രശ്നമായി, ഇപ്പൊ ഇവിടെ. കൈനുള്ളോ? കൈനിന്ന് വിടാനല്ലേ പറഞ്ഞത്? താൻ കൊള്ളാലോ, എന്റെ ധൈര്യമായിട്ടാ എന്റെ കൈ കയറി പിടിക്കുന്നു. കടുവ. What did you say? എന്ത്? താൻ മാറിക്കേ. തനിക്കുള്ള ഞാൻ പിന്നെ തരാളോ കടുവ. ഇതവള് തന്നെയാ. ഓ എന്റെ കർത്താവേ, ഇതുവല്ല മലയുവാണ്. എന്ത് മടിയുള്ള ഞാനായിരുന്നു. ഈ ഒറ്റ കുരുപ്പേറ് ഞാൻ ഈ കണ്ട മതിലെല്ലാം ചാടി കയറണം. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പ് നോക്ക്. ഇപ്പൊ ശരിയാക്കി തരാടാ. ഡാ അയാനെ എണ്ണീക്കടാ. ഓ ഇവൻ ആ എണ്ണീക്കടാ. ഞാനടാ ക്രിസ്ത്യടാ. എണ്ണീക്കടാ. ക്രിസ്റ്റിയാ? ഓ അയാനെ ശബ്ദം ഉണ്ടാക്കാതെ. നീ എന്താ ഈ സമയത്ത് ഇവിടെ, അതും ബാൽക്കണി വഴി? അത് പിന്നെ നിന്നെ കാണാൻ, അല്ലാതെ എന്തിന്? അതിന് നീ ഇന്നലെ അല്ലേടാ എന്നെ കണ്ടത്? അതിനെന്താ, ഇനി നീ കാണണം തോന്നിയ കണ്ടൂടെ? ക്രിസ്റ്റി, സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? ഏയ് എന്തുദ്ദേശം? പൂച്ചയെ, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞോ നീ. കൊച്ചുകാളെ മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പൊ എന്നിട്ടാ? എന്തു തരാൻ? ഇന്നലെ നീ പലതും പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പൊ നീ തന്നേ പറ്റൂ. എന്ത്? നോക്ക്, ഒരുപാട് ലേറ്റ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒട്ടി ശരിയല്ല. പൊക്കോ പൊക്കോ പൊക്കോ. ഓഹോ, അപ്പൊ മോന് തരാൻ ഉദ്ദേശമില്ല. വേണ്ട, എന്നാ ഞാൻ തന്നെ എടുത്തോളാം. ക്രിസ്റ്റി, വേണ്ടാട്ടോ. ഷോ, എന്റെ കോഴിക്കുഞ്ഞിങ്ങനെ പേടിക്കാതെ. എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാടോ. ക്രിസ്റ്റി, വന്ന് വന്ന് നിങ്ങളൊരു ഉമ്മച്ചനായിട്ട് മാറുന്നുണ്ട്. കള്ള പൂച്ച.